ഡിയർ സ്റ്റുഡൻസ്, സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. മൊഡ്യൂളിൻ്റെ പേരാണ് ട്രൈബ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഗോത്രവർഗങ്ങൾ. ഓക്കെ, ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങളെയാണ് ഗോത്രവർഗക്കാർ, ഗിരിവർഗക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇണങ്ങി ജീവിക്കുന്നവരാണ് ആര്? ഗോത്രവർഗക്കാർ. അപ്പോൾ ഈ ജനവിഭാഗങ്ങൾ, ഇത്തരത്തിലുള്ള ഗോത്രവിഭാഗങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളിലും വിശ്വാസങ്ങളും ഒക്കെ വളരെ കർശനമായിട്ട് പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ നാഗരിക സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എന്താണ് ഗോത്രവർഗക്കാർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഗോത്രം എന്ന് പറഞ്ഞു? അവരെന്താണ്? പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ അവർ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ്, മറ്റുള്ള സംസ്കാരങ്ങളുമായിട്ട് ഇടപഴകാതെ അവർ ഒറ്റപ്പെട്ട് ആണ് എന്ത് ചെയ്യുന്നത്? അവർ താമസിക്കുന്നത്. നോക്കൂ, ഈ ഗോത്രവർഗത്തിന് ഒരുപാട് ഡെഫിനിഷൻസ് നമ്മുടെ സമൂഹശാസ്ത്രജ്ഞന്മാർ നൽകിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷനാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, D.N. മജുംദാർ. ഒരു പ്രശസ്തനായിട്ടുള്ള സമൂഹശാസ്ത്രജ്ഞനാണ് ആര്? D.N. മജുംദാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു പൊതു പേരിനാൽ അറിയപ്പെടുന്നതും അതുപോലെ എന്താണ്, ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് താമസിക്കുന്നതും ഒരേ ഭാഷ സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. അല്ലെ, അവരുടെ തൊഴിൽ, അതുപോലെ തന്നെ എന്താണ്, അവരുടെ വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. കൂടാതെ അന്യോന്യമുള്ള ബന്ധങ്ങൾ, അതിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സുദൃഢമായി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം എന്നാണ് ഗോത്രവർഗത്തെക്കുറിച്ച് D.N. മജുംദാർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ D.N. മജുംദാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു പൊതുപേരിനാൽ അറിയപ്പെടുന്നതും ഒരു പ്രത്യേക ഭൂപ്രദേശമുള്ളതും ഒരേ ഭാഷ സംസാരിക്കുന്നതും വിവാഹം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായി പിന്തുടരുന്നതും അന്യോന്യമുള്ള ബന്ധങ്ങൾ വളരെ സുദൃഢമായി നിലനിർത്തുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം കുടുംബങ്ങൾ എന്നാണ് ഗോത്രവർഗത്തെക്കുറിച്ച് പ്രശസ്ത സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള D.N. മജുംദാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു പ്രധാന സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള L.P. വിദ്യാർത്ഥി, അദ്ദേഹവും ഗോത്രത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്വന്തമായ ഭൂപ്രദേശവും സംസ്കാരവും സാമ്പത്തിക വ്യവസ്ഥയും ഭരണക്രമവും പൊതുപേരിനാൽ അറിയപ്പെടുന്നതും സ്വജാതീയ വിവാഹം മാത്രം അംഗീകരിക്കുന്നതുമായ ഒരു കൂട്ടം ജനവിഭാഗം എന്നാണ് L.P. വിദ്യാർത്ഥി ഗോത്രവർഗത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന് D.N. മജുംദാറിൻ്റെയും മറ്റൊന്ന് L.P. വിദ്യാർത്ഥിയുടെയും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഗോത്രവർഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലുമാണ് ഇന്ത്യയിൽ പൊതുവെ ഗോത്രവർഗങ്ങളെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സമതല പ്രദേശങ്ങളിൽ ഗോത്രവർഗങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കും, അല്ലേ? ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സമതല പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റ് നാഗരിക സംസ്കാരങ്ങളുമായിട്ട് ഇടകലരുന്നത് മൂലം, അല്ലെങ്കിൽ എന്താണ്, ഇടപഴകുന്നത് മൂലം അവരും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രൈബ്സ്. എന്തൊക്കെയാണ് ട്രൈബ്സിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ജോഗ്രഫിക്കൽ ഐസൊലേഷൻ. geographical
isolation. Second one, backwardness, economic backwardness. Third one, distinctive culture, religion and language. Distinctive culture, religion and language. Fourth one, shyness of contact to other communities. Fifth one, definite territory. Then sixth one, common language. Seventh one, endogamy. Eighth one, blood relationship. Ninth one, common culture. 10th one, common religion. 11th one, common name. Then next, the last one, political organization. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ട്രൈബ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് ഫീച്ചർ പറഞ്ഞു എന്ത്, ജോഗ്രഫിക്കൽ ഐസൊലേഷൻ. എന്താ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ട്രൈബ്സിനെ പ്രധാനമായിട്ടും കാണുന്നത് വനപ്രദേശങ്ങളിലും അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളിലുമാണ് അല്ലേ. അപ്പോൾ അവരെന്താണ് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ, ഒറ്റപ്പെട്ട്, ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ട്രൈബ്സിൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ്, ഒരു സവിശേഷതയാണ്. അവർ മറ്റുള്ള സംസ്കാരങ്ങളുമായിട്ട് അല്ലെങ്കിൽ നാഗരിക അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വിമുഖത കാണിക്കുന്നവരാണ്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. അതുകൊണ്ട് തന്നെ അവർ ഐസൊലേറ്റ് ചെയ്ത് കാടുകളിലും അതുപോലെ തന്നെ എന്താണ് മലമ്പ്രദേശങ്ങളിലും ഒക്കെയാണ് അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ പൊതുവെ കാണപ്പെടുന്നത്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. എന്താണ് ജോഗ്രഫിക്കൽ ഐസൊലേഷൻ, ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു എന്താണ്, ബാക്ക്വേർഡ്നെസ്. ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആണ് അല്ലേ. സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ എന്താണ് സാമ്പത്തികപരമായിട്ടും വളരെ ലോ ലെവലിലുള്ള കണ്ടീഷൻസ് ആണ് അവരുടേത്. ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ്, അത് രണ്ടാമത്തെ ഫീച്ചറാണ്. നെക്സ്റ്റ് അടുത്തതായിട്ട് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചർ, റിലീജിയൻ ആൻഡ് ലാംഗ്വേജ്. പൊതുസമൂഹവുമായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹവുമായുള്ള അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കൾച്ചർ, ഒരു പാരമ്പര്യം അല്ലേ. അതുപോലെ തന്നെ മതവിശ്വാസങ്ങൾ എന്താണ്, പൊതുസമൂഹത്തിൻ്റെ പോലെയുള്ള വിശ്വാസങ്ങളല്ല അവരുടേത്. അവർ കൂടുതലും പ്രകൃതി ശക്തികളെയും എന്താണ് അത്തരത്തിലുള്ള മലദൈവങ്ങളെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചർ, ദെൻ റിലീജിയൻ. അടുത്ത എന്താണ് ഭാഷ. അവർക്ക് തനതായിട്ടുള്ള ഓരോ ഗോത്രത്തിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, ഭാഷകളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചർ, വ്യത്യസ്തപ്പെട്ട എന്താണ് വ്യത്യസ്തമായിട്ടുള്ള പാരമ്പര്യം, ദെൻ റിലീജിയൻ മതം, അനദർ വൺ ഈസ് ലാംഗ്വേജ് ഭാഷ. ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു ട്രൈബ്സിൻ്റെ അല്ലേ. അതും ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് അടുത്ത നമ്മൾ പറഞ്ഞു ഷൈനെസ് ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ കമ്മ്യൂണിറ്റീസ്. ഷൈനെസ് ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ കമ്മ്യൂണിറ്റീസ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്, മറ്റുള്ള നാഗരിക സമൂഹവുമായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ ട്രൈബ്സ് എന്ത് ചെയ്യുന്നു, വിമുഖത കാണിക്കുന്നു. അവർക്ക് മടിയാണ്, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാനും എന്താണ് അവർക്ക് മടിയാണ്. അതാണെന്ന് പറയുന്നത് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്, ഷൈനെസ് ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ കമ്മ്യൂണിറ്റീസ്. നെക്സ്റ്റ് വൺ, ഡെഫിനിറ്റ് ടെറിട്ടറി. ഡെഫിനിറ്റ് ടെറിട്ടറി നമ്മൾ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട് കഴിയണവർ എന്താണ് പർവ്വത പ്രദേശങ്ങളിലോ മലപ്രദേശങ്ങളിലോ ആയിരിക്കും. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞു കോമൺ ലാംഗ്വേജ്. ഓരോ ഗോത്രത്തിലും എന്തായിരിക്കും, ഒരു പ്രത്യേക ഭാഷ ഉണ്ടായിരിക്കും. അതുപോലെ കോമൺ നെയിം, ഒരു ഗോത്രത്തിൽ അല്ലെങ്കിൽ ഒരു ട്രൈബ്സിൻ്റെ ഒരു ഗോത്രത്തിലുള്ള ആളുകൾക്കൊക്കെ എന്തായിരിക്കും, ഒരേ പേരായിരിക്കും. ആ ഒരു പൊതു പേരിലാണ് എന്ത് ചെയ്യുന്നത് അവർ അറിയപ്പെടുന്നത്. നമ്മൾ ആ ഡെഫിനിഷൻസിൽ പറഞ്ഞു അല്ലേ, പൊതു പേരിനാൽ അറിയപ്പെടുന്നതും. അപ്പോൾ കോമൺ നെയിം ആയിരിക്കും. ഗോത്രവർഗ്ഗക്കാരുടെ മറ്റൊരു സവിശേഷതയാണ് എന്ത്, കോമൺ നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് എൻഡോഗമി. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വജാതീയ വിവാഹം അല്ലേ.
അതേ ജാതിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിലുള്ള ഗോത്രവർഗ്ഗക്കാർ സ്വന്തം ഗോത്രത്തിൽ നിന്ന് മാത്രമേ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ. അതാണ് എൻഡോഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമൺ കൾച്ചർ, പൊതുവായിട്ടുള്ള ഒരു കൾച്ചറായിരിക്കും ഉണ്ടായിരിക്കുക. ഭക്ഷണ കാര്യങ്ങളായാലും എന്താണ് വസ്ത്രധാരണമായാലും എല്ലാം എന്തായിരിക്കും, കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത്. അതുപോലെ തന്നെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് ഉണ്ടായിരിക്കും. അടുത്ത നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘാടനം. അത് നമ്മൾ പറഞ്ഞതാണ് ഗോത്ര തലവന്മാരാണ് ഓരോ ഗോത്രത്തെയും എന്ത് ചെയ്തിരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് അല്ലെ. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഉള്ളത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട്, ട്രൈബ്സിന്റെ ഫീച്ചറായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. അതാണ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ട്രൈബൽ പോപ്പുലേഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 342 അനുച്ഛേദം പ്രകാരം അല്ലെങ്കിൽ അനുച്ഛേദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജാതി വിഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്, പൊതുവെ പട്ടികവർഗക്കാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പട്ടികയിൽ ഓരോ ജാതിയെയും ഉൾപ്പെടുത്തുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ ഉൾപ്പെടുത്താനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അപ്പൊ രാഷ്ട്രപതിക്കാണ് ഒരു ജാതി എന്താണ് പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ പറ്റില്ലയോ എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു. ഒരുപാട് മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഒരു ജാതിയെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒരുപാട് മാനദണ്ഡങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഒരു ജാതിയെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞല്ലോ, ട്രൈബ്സിന്റെ അതേ ഫീച്ചർ അല്ലെ. ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറഞ്ഞു എന്താണ്, ജോഗ്രഫിക്കൽ ഐസൊലേഷൻ. എന്തായിരിക്കണം, ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്നത് ആണോ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത് പറയുന്നത് പ്രിമിറ്റീവ് ട്രേഡ്സ്. എന്താണ്, ആദ്യകാല സമൂഹങ്ങളായിരിക്കണം, പ്രിമിറ്റീവ് ട്രേഡ്സ്. ഇനി അനദർ വൺ ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ. എന്തായിരിക്കണം, വേറിട്ട ഒരു പാരമ്പര്യം അതിന് ഉണ്ടായിരിക്കണം അല്ലെ. മറ്റു സമൂഹത്തിൽ നിന്ന് വേറിട്ട അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു പാരമ്പര്യം ട്രൈബ്സിനുണ്ടോ എന്ന് നോക്കും. ഇനി നെക്സ്റ്റ് അടുത്തത് പറയുന്നത് എന്താണ്, ഷൈനെസ് ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ കമ്മ്യൂണിറ്റീസ്. മറ്റുള്ള സമൂഹങ്ങളുമായിട്ട് ഇടപഴകാൻ വിമുഖത കാണിക്കുന്ന ഒരു വിഭാഗമാണോ എന്നതും ഒരു മാനദണ്ഡമാണ്. ഇനി അനദർ വൺ ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ്. അവരുടെ എന്താണ്, സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മറ്റൊരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇത്രയുമാണ് 5 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഒരു ജാതിയെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് രാഷ്ട്രപതി നോക്കുന്ന മാനദണ്ഡങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ, സെക്കൻഡ് വൺ പ്രിമിറ്റീവ് ട്രേഡ്സ്, then third one distinct culture, next shyness of contact with other communities, next one economic backwardness. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 698 ആദിവാസി സമൂഹങ്ങളാണുള്ളത്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 698 ആദിവാസി സമൂഹങ്ങളാണ് ഉള്ളത്. അപ്പൊ ജനസംഖ്യാ വിന്യാസം നോക്കുകയാണെങ്കിൽ 80% ആദിവാസികളും താഴെ പറയുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടും 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഗുജറാത്ത്, നെക്സ്റ്റ് രാജസ്ഥാൻ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ദെൻ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒറീസ, ജാർഖണ്ഡ്, ദെൻ പശ്ചിമ ബംഗാൾ. ഇത്രയും പ്രധാനപ്പെട്ട 8 സംസ്ഥാനങ്ങളിലായിട്ടാണ്
പ്രധാനമായിട്ടും ആദിവാസി വിഭാഗങ്ങളെ അല്ലെങ്കിൽ ട്രൈബ്സിനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി വരുന്ന 20% ആദിവാസികളും വടക്ക് കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഇന്ത്യയുടെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. അവിടെയൊക്കെ എന്താണ് കുറവാണ് എന്നാണ്, 20% ഇവിടേക്ക് വരുന്നുള്ളൂ. ഇനി ആദിവാസി വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ ട്രൈബ്സിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വിഭാഗങ്ങൾ ഏതാണ്? അപ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോരോ പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇന്ന ഗോത്രം എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള നെയിംസ് ഉണ്ട് അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗോത്ര സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സാന്താൾ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ട്രൈബ്സ് ആണ് ഇത് സാന്താൾ വിഭാഗം. നെക്സ്റ്റ് വൺ ഗോണ്ട്. സാന്താൾ, ഗോണ്ട്. ദെൻ ബിൽ, ഒറോൺ. സാന്താൾ, ഗോണ്ട്, ബിൽ, ഒറോൺ. ഈ വിഭാഗത്തിൽപ്പെട്ട ട്രൈബ്സിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള വിഭാഗങ്ങൾ, ട്രൈബൽ വിഭാഗങ്ങൾ. ഇനി ജനസംഖ്യ കുറഞ്ഞ വർഗങ്ങൾ അതുപോലെ തന്നെ എന്താണ് കേരളം, തമിഴ്നാട്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ള വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു സാന്താൾ, ഗോണ്ട്, ബിൽ, ഒറോൺ ആണ്. എന്നാൽ ജനസംഖ്യ കുറഞ്ഞ വിഭാഗങ്ങൾ ഇന്ത്യയുടെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ട്രൈബൽ മാപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഗിരിവർഗങ്ങളെ 4 പ്രധാനപ്പെട്ട മേഖലകളിലായാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സോൺ. നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സോൺ. സെക്കൻഡ് വൺ സെൻട്രൽ സോൺ. തേർഡ് വൺ സദേൺ സോൺ. നെക്സ്റ്റ് ഫോർത്ത് വൺ ആൻഡമാൻ നിക്കോബാർ സോൺ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട മേഖലകളിലായിട്ടാണ് 4 പ്രധാനപ്പെട്ട മേഖലകളിലായിട്ടാണ് ട്രൈബ്സിനെ തിരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സോൺ, ദെൻ സെൻട്രൽ സോൺ, അടുത്തത് സദേൺ സോൺ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആൻഡമാൻ നിക്കോബാർ സോൺ. ഇത്രയും പ്രധാനപ്പെട്ട 4 മേഖലകളിലായിട്ടാണ് ട്രൈബ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സോൺ. ഇതാന്ന് നോക്കാം, ഏതൊക്കെ മേഖലകളാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കാശ്മീർ, ഹിമാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, ത്രിപുര എന്നീ വടക്ക് കിഴക്കൻ മേഖലകളിലുള്ള സംസ്ഥാനങ്ങളെയാണ് പ്രധാനമായിട്ടും നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് നമ്മൾ പറഞ്ഞു സെൻട്രൽ സോൺ. ഏതൊക്കെയായിരിക്കും സെൻട്രൽ സോൺ? മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഒറീസ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളെയാണ് സെൻട്രൽ സോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അനദർ വൺ സദേൺ സോൺ. ഏതൊക്കെയായിരിക്കും? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയിട്ടുള്ള മേഖലകളെ സദേൺ സോണിലും. ലാസ്റ്റ് വൺ ആൻഡമാൻ നിക്കോബാർ സോൺ. അതിൽ ആൻഡമാൻ നിക്കോബാറിലെ ഗോത്ര സമൂഹങ്ങളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡമാൻ നിക്കോബാർ സോൺ അവിടെയുള്ള ആദിവാസികളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ട്രൈബൽ മാപ്സിൽ വരുന്ന സോണുകൾ, പ്രധാനപ്പെട്ട മേഖലകൾ. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ലിംഗ്വിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ട്രൈബ്സ്. ലിംഗ്വിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ട്രൈബ്സ്. ഇനി ഈ ട്രൈബ്സിനെ തന്നെ ഭാഷ അടിസ്ഥാനത്തിൽ അവർ സംസാരിക്കുന്ന ഭാഷയെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് അല്ലെ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ ട്രൈബ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി. ഫസ്റ്റ് വൺ ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി. The second one the Tibeto-Chinese language family. The third one the Austro-Asiatic language family. Then fourth one
ദ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി. അപ്പം 4 തരത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രൈബ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ, ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ദ ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി. ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെടുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളെയാണ് ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെടുത്തിയത്. അവർ കൂടുതലായിട്ടും ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളാണ്. അപ്പോൾ ദ്രാവിഡ ഭാഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളാണ് അല്ലേ. അതിനെയാണ് എന്ത് പറയുന്നത്? ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി എന്ന് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ദ ടിബറ്റോ ചൈനീസ് ലാംഗ്വേജ് ഫാമിലി എന്ന് അല്ലേ. എന്താണ്? ഹിമാലയൻ പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ ഹിമാലയൻ പ്രദേശങ്ങളോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉള്ള ഗോത്രവർഗങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ടിബറ്റോ ചൈനീസ് ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് അരുണാചൽ പ്രദേശ്, അസം, നാഗാലാൻഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ആണ് ഇത്തരത്തിലുള്ള ടിബറ്റോ ചൈനീസ് ഭാഷ സംസാരിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ആസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി. ആസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയിൽ പ്രധാനമായിട്ടും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ വസിക്കുന്ന ആദിവാസികളുടെ ഭാഷയാണ് ആസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി എന്ന് അറിയപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ആദിവാസി സമൂഹങ്ങളെയാണ് ഈ ഭാഷാ വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ദ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്നതാണ് ഹിന്ദി, അതുപോലെ തന്നെ ഉറുദു, സംസ്കൃതം, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ. ഈ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏത് ഭാഷ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രൈബ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ട്രൈബ്സുകൾ ഭരണഘടനയുടെ അല്ലെങ്കിൽ ട്രൈബ്സിനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറയുന്നത്? ഭരണഘടനയുടെ 342 അനുച്ഛേദത്തിൽ രാഷ്ട്രപതി ഉൾപ്പെടുത്തിയിട്ടുള്ള ജാതി വിഭാഗങ്ങളെയാണല്ലോ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ജാതികളെ പട്ടികവർഗങ്ങളായി കണക്കാക്കണമെന്ന് അനുച്ഛേദം 366 പറയുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ് 342. ട്രൈബ്സുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളാണ് 342, അതുപോലെ തന്നെ 366. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രോബ്ലംസ് ഓഫ് ട്രൈബൽ പീപ്പിൾ. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, സാമൂഹികമായും സാമ്പത്തികമായും അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളാണല്ലോ ഗോത്ര വിഭാഗങ്ങൾ അല്ലേ. നമ്മൾ പറഞ്ഞു ഇക്കണോമിക്കലി എന്താണ് അവർ ബാക്ക്വേർഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സാമൂഹികമായും സാമ്പത്തികമായും അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളാണ് ഗോത്ര വിഭാഗങ്ങൾ. അപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണിയും അതുപോലെ തന്നെ കടക്കെണിയും അതുപോലെ സാമൂഹിക വിഭജനവുമാണ് അല്ലേ. അവരെ ഏറ്റവും പ്രധാനമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഒന്ന് ദാരിദ്ര്യം, പട്ടിണി എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്താണ്? കടക്കെണി. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്? സാമൂഹിക വിഭജനം. സമൂഹത്തിൽ നിന്ന് അവരെന്തെങ്കിലും മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള പട്ടികവർഗ വിഭാഗക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് ആരും പറയുന്നത്? UNO അഭിപ്രായപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഗോത്രവർഗക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് പട്ടിണിയും അതുപോലെ തന്നെ കടക്കെണിയും അതേപോലെ തന്നെ സാമൂഹിക വിഭജനവും എന്നാണ് UNO അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കൂ, വർദ്ധിച്ച തോതിലുള്ള ശിശുമരണങ്ങൾ, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, കുറഞ്ഞ ആയുർദൈർഘ്യം എന്നിവയാണ് ഗോത്രവർഗക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് WHO അല്ലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്.
അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഇതനുസരിച്ച് എന്താണ് ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ശിശുമരണം, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, അതേപോലെ ആയുർദൈർഘ്യം എന്നിവയാണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഈസ്